ലിവർ സിറോസിസ് അഥവാ കരൾ രോഗം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ സിറോസിസ് തിരിച്ചറിയാം, എന്തെല്ലാമാണ് സിറോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ, കരൾ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ടോം ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. ഇനി ലിവർ സിറോസിസ് എങ്ങനെ തിരിച്ചറിയാം? ചില ഘട്ടങ്ങളിൽ നമുക്ക് വയറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ സജസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ വയറിൻ്റെ ചെയ്യുമ്പോഴോ ലിവർ സിറോസിസ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നോർമൽ സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഉണ്ട്, എന്നാൽ ഡോക്ടർ ചെയ്യുന്ന ചില ടെസ്റ്റുകളിൽ അതല്ല, കുറച്ചുകൂടെ ലിവറിൻ്റെ അസുഖം വേറെ എന്തോ കൂടി ഉണ്ട് എന്നൊരു സംശയമുള്ളപ്പോൾ ഡോക്ടർ നിങ്ങൾക്കൊരു ഇലാസ്റ്റോഗ്രഫി ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാം. ഇത് സ്കാനിങ് പോലെ തന്നെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ USG ഇലാസ്റ്റോഗ്രഫി ടെസ്റ്റ് എന്ന് പറയും. ഇതിലൂടെ ലിവർ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അതിനെ നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയും. ഇത്തരത്തിൽ ഫൈബ്രോസിസിൻ്റെ പലതരം സ്റ്റേജസ് ഉണ്ടോ എന്നും ഇലാസ്റ്റോഗ്രഫി ടെസ്റ്റ് കൊണ്ട് തിരിച്ചറിയാം. അത് പുരോഗമിച്ച് ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ലിവർ സിറോസിസ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. ലിവർ സിറോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒരുപക്ഷെ മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് ആയിട്ട് രോഗിക്ക് ഡോക്ടറുടെ അടുത്ത് വരാം, അല്ലെങ്കിൽ വയറിൽ വെള്ളം കെട്ടിയതിൻ്റെ ഭാഗമായി വയറ് വീർത്തൊരു അസ്വസ്ഥതയുമായി ഡോക്ടറുടെ അടുത്ത് വരാം. ഇനി ചില ഘട്ടങ്ങളിൽ ചോര ഛർദ്ദിച്ച് അതിൻ്റെ ഭാഗമായി ഫർദർ വർക്കപ്പ് ചെയ്യുമ്പോൾ ലിവർ സിറോസിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലീഡിങ് വന്നതെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ലിവർ സിറോസിൻ്റെ എന്തെല്ലാമാണ് കോംപ്ലിക്കേഷൻസ്? അത് ലിവർ സിറോസിസ് ഏർലി സ്റ്റേജസിലാണോ അതോ കുറച്ചുകൂടെ പുരോഗമിച്ച അഡ്വാൻസ് സ്റ്റേജസിലാണോ എന്നതനുസരിച്ചായിരിക്കും പലതരം കോംപ്ലിക്കേഷൻസ് അഥവാ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടെ ഏർലി സ്റ്റേജസിൽ വയറിൽ വെള്ളം കിട്ടുക, നമ്മൾ അസൈറ്റിസ് എന്ന് പറയും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാം. അത് കൂടുതലാവുന്നതനുസരിച്ച് വെള്ളം കൂടെ കുത്തിയെടുക്കേണ്ടി വരാം. അല്ലെങ്കിൽ ചോര ഛർദ്ദിക്കുന്ന ഒരു കണ്ടീഷൻ, ഹെമറ്റമിസിസ് എന്ന് പറയും. ചോര ഛർദ്ദിച്ചത് വയറിലെ അല്ലെങ്കിൽ ആമാശയത്തിലെ അല്ലെങ്കിൽ അന്നനാളത്തിലെ രക്തക്കുഴലിൽ വീക്കം വന്ന് പൊട്ടി വരുന്നൊരു കോംപ്ലിക്കേഷനാണ്. ഇനി അസുഖം കുറച്ചുകൂടെ വഷളായി വരുന്ന ഒരു അഡ്വാൻസ് ലിവർ ഡിസീസ് വരുമ്പോൾ രോഗിക്ക് ഒരു ഓർമ്മക്കുറവായിട്ട് വരാം, ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയും. അതുകൊണ്ട് ബോധമില്ലായ്മയും ഓർമ്മക്കുറവുമായിട്ടും രോഗിക്ക് ഒരു കോംപ്ലിക്കേഷനിൽ കലാശിക്കാം. പിന്നെ ഉള്ളത് ലിവർ ക്യാൻസർ. ലിവർ സിറോസിസ് ഉള്ളവർക്ക് താരതമ്യേന ലിവർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി ലിവർ സിറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റേജിലാണെന്ന് അനുസരിച്ചിരിക്കും അതിൻ്റെ ചികിത്സ. അതായത് അതിൻ്റെ ഏർലി സ്റ്റേജസ് ഓഫ് ലിവർ ഡിസീസിൽ നമുക്ക് അതിൻ്റെ കാരണം കണ്ടെത്തി അത് ചികിത്സിച്ച് നമുക്ക് ലിവർ സിറോസിസിനെ അതേ സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റേബിളായി മാനേജ് ചെയ്യാവുന്നതാണ്. എന്നാൽ ചിലതരം കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിവർ സിറോസിസ് ഉള്ള രോഗികൾക്ക് ലിവർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ലിവർ സിറോസിസ് ഉള്ള രോഗികൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ അൾട്രാസൗണ്ട് സ്കാനും AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ ടെസ്റ്റിങ്ങും ചെയ്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇത്തരത്തിൽ കൃത്യമായി ഹെൽത്ത് ചെക്കപ്പുകളും സ്ക്രീനിങ്ങിലൂടെയും ലിവർ സിറോസിസ് കണ്ടുപിടിക്കാനും അതിൻ്റെ കാരണങ്ങൾ ചികിത്സിച്ച് അസുഖത്തിന് നമുക്ക് അനേകം നാൾ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റേബിളായി കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ലിവർ സിറോസിസ് ഉള്ള രോഗികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ എനിക്ക് ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ട്, എൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനാവുമോ? നിങ്ങൾ അറിയേണ്ടതിനാണ്, ക്രോണിക് ലിവർ ഡിസീസ് അഥവാ സിറോസിസ് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്കതൊരു നോർമൽ ലിവറിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇല്ല. എന്നാൽ ഇന്ന് പല തെറ്റായിട്ടുള്ള ചികിത്സാ രീതികളും നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ലിവർ സിറോസിന് നിങ്ങൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അവർ പറയുന്ന ചികിത്സകളും മെഡിസിൻസും മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. ഇനി വരും വീഡിയോകളിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ലിവർ സിറോസിസിലെ പല കോംപ്ലിക്കേഷൻസിനും, ഉദാഹരണത്തിന് ലിവർ ക്യാൻസറിലും എന്തെല്ലാമാണ് പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സകൾ സാധ്യമായിട്ടുള്ളതെന്ന് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.